പരിശുദ്ധമായ റമദാനിൽ പോലും അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും തടയപ്പെട്ടു പോകുന്ന ചില ആളുകളുണ്ട്. അവർ മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തവരാണ്. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു നിങ്ങളോടും കരുണ കാണിക്കുന്നതല്ല. അക്രമം കാണിക്കുക, മോശമായ രീതിയിൽ പെരുമാറുക, കോപിക്കുക, ഇങ്ങനെ തുടങ്ങി കരുണയില്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ കരുണ തടയപ്പെടാൻ കാരണമായി തീരുന്നതാണ്. പരിശുദ്ധമായ റമദാൻ മാസം കണക്കില്ലാതെ അള്ളാഹു തആല എല്ലാവരുടെ മേലും കരുണ വർഷിക്കുന്ന മാസമാണ്. ആ മാസത്തിൽ മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്നതും അക്രമം കാണിക്കുന്നതും, തങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ, വീട്ടിലുള്ളവർ, കുടുംബക്കാർ, അയൽവാസികൾ, കൂട്ടുകാർ, ഇങ്ങനെ തുടങ്ങി എല്ലാവരോടും മോശമായി പെരുമാറുന്നത്, കരുണയില്ലാത്ത രീതിയിൽ വർത്തിക്കുന്നത്, കോപിക്കുന്നത്, ഇതെല്ലാം ഈ മാസത്തിൽ പോലും അള്ളാഹുവിന്റെ കരുണ തടയപ്പെടാൻ കാരണമായി തീരുന്നതാണ്. മറ്റുള്ളവരോട് ബന്ധം മുറിച്ച് കഴിയൽ, അത് കുടുംബ ബന്ധമാകട്ടെ, സുഹൃത്ത് ബന്ധമാകട്ടെ, ഏത് ബന്ധവുമാകട്ടെ, ബന്ധത്തെ മുറിക്കുന്ന കാരണമായി അള്ളാഹുവിന്റെ കരുണ ഈ പരിശുദ്ധമായ മാസത്തിൽ പോലും തടയപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ മറ്റുള്ളവരോടുള്ള ബന്ധങ്ങൾ നന്നാക്കണം. ആരോടും ബന്ധം മുറിച്ച രീതിയിൽ കഴിയാൻ പാടില്ല. അങ്ങോട്ട് താന്നുകൊണ്ടാണെങ്കിലും വിനയത്തോടു കൂടിയാണെങ്കിലും ബന്ധം നന്നാക്കാനായി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി താന്നു കൊടുത്താൽ അള്ളാഹു അവനെ ഉയർത്തുന്നതാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് നന്നായിട്ടില്ല എങ്കിലും അങ്ങോട്ട് ബന്ധം നന്നാക്കാനായി ഈ പരിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ച് പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം ബന്ധങ്ങൾ മുറിക്കുന്ന കാരണമായി അള്ളാഹുവിന്റെ കരുണ ഈ മാസത്തിൽ നഷ്ടപ്പെട്ടു പോവാൻ കാരണമായി തീരുന്നതാണ്.